പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയവീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയവീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പോയ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കു നന്ദിയേകിടാം. അവിടുത്തെ പാതയിൽ നീങ്ങാതെ വന്നതാ വീഴ്ചകൾക്കു മാപ്പിറങ്ങിടാം. 5 പതിറ്റാണ്ടുകൾക്കു മുമ്പുണർന്നതാം വചനദീപനാള ശോഭ പുൽകി. പുത്തനാം കരുത്തു നേടിയെത്ര സോദര കർത്താവിനു സ്നേഹ സാക്ഷ്യമേകി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. ശക്തമാം നവീകരണത്തിൻ്റെ പാത തന്നിൽ ഉൾക്കരുത്തു നേടി നീങ്ങുവാൻ. തിരുവചനത്തിൻ പൊരുൾ പങ്കുവെച്ചു നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്തവർ. നമ്മെ നയിച്ചിടുവാൻ കൈപിടിച്ചവർ. മുൻപേ നടന്നകന്നു പോയവർ. ഏവരെയും യേശുവിൻ തൃക്കരങ്ങളിൽ സ്നേഹമോടെ സമർപ്പിച്ചിടാം. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. കഴിഞ്ഞ 50ഓളം വർഷങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ കരിസ്മാറ്റിക് മുന്നേറ്റം എത്രമാത്രം വളർന്നു എന്നതിൻ്റെ അടയാളമാണ്, തെളിവാണ് ഈ ദിവസങ്ങളിലെ ഈ കൂടിവരവ്. 4 ദിവസത്തോളം 10,000 പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണിത്. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം കേരളീയർ പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് ലോക കരിസ്മാറ്റിക് സമ്മേളനം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്രയേറെ വിപുലവും മനോഹരവും ഭക്തിനിർഭരവുമായ രീതിയിൽ ഈ മഹാസമ്മേളനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനത്തിന് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുന്നു. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനും പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച്
ധീരതയോടെ മുന്നേറുവാനും പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും രൂപം കൊടുക്കുവാനും ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സഹായിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി കേരള സഭയെ വളരെയേറെ ആകർഷിക്കുവാനും സഭയുടെ വിശുദ്ധീകരണത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുവാനും ഫാത്തിമ സന്ദേശങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാതാവ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്ക് നൽകിയത് വരുവാനിരിക്കുന്ന മഹാവിപത്തുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ആ ദുരന്തങ്ങളെ അതിജീവിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളുമാണ്. തിന്മയുടെ ശക്തികൾക്കെതിരായ നിരന്തരമായിട്ടുള്ള പോരാട്ടവും ജാഗരൂകതയും പ്രാർത്ഥനയും പരിത്യാഗവും സുഹൃത അഭ്യാസങ്ങളുമാണ് പരിശുദ്ധ മാതാവ് പാപപരിഹാരമായിട്ട് നിർദ്ദേശിച്ചു തന്നത്. ഫാത്തിമ സന്ദേശങ്ങൾ ഗൗരവമായി എടുത്തതിൻ്റെ ഫലമായി പ്രത്യേകിച്ചും നമ്മുടെ ഈ കേരളത്തിലെ കുടുംബങ്ങൾക്ക് മാതൃഭക്തിയിൽ വളരുവാനും ഒരു നല്ല പരിധിവരെ വിശുദ്ധിയിൽ നിലനിൽക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ വർദ്ധിച്ചു വരുന്ന സുഖഭോഗങ്ങളോടുള്ള അമിത ആസക്തിയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗവും ഒന്നിനൊന്ന് ഇന്നത്തെ സമൂഹത്തെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമുക്കറിയാം. സഭയുടെ ഹൃദയത്തിലായിരിക്കുന്നവർക്ക് മാത്രമേ ആത്മാവിൻ്റെ നിറവ് ഉണ്ടാവുകയുള്ളൂ എന്ന സന്ദേശമാണ് ഈ ആപ്തവാക്യത്തിലൂടെ എനിക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ മറിയം സദാ സഭയുടെ ഹൃദയത്തിനുള്ളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവാൽ നിറഞ്ഞവളായി സഭ മുഴുവനും നിറഞ്ഞു നിൽക്കുവാനും അമ്മയ്ക്ക് സാധിച്ചു. പരിശുദ്ധ മാതാവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് സുവിശേഷത്തിൽ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്യം ഇതാണ്: മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ യേശുവിനെ കാണാതായ അവസരത്തിലും കണ്ടുകിട്ടിയതിന് ശേഷവും ആ സംഭവവികാസങ്ങൾക്ക് ശേഷവും സുവിശേഷത്തിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അമ്മയുടെ ഒരേ ഒരു ഹൃദയദാഹം ഇത് മാത്രമായിരുന്നു: ഇതാ കർത്താവിൻ്റെ ദാസേ, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തൻ്റെ മക്കളെക്കുറിച്ചുള്ള അമ്മയുടെ ഹൃദയദാഹവും ഇത് തന്നെയാണ്. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. ദൈവ ഇഷ്ടം നിറവേറ്റിയതിലൂടെ താൻ എപ്രകാരം ഭാഗ്യവതിയായി തീർന്നുവോ അതുപോലെ തൻ്റെ എല്ലാ മക്കളും നാം ഓരോരുത്തരും ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരണം. അന്നും ഇന്നും എന്നും ഇത് മാത്രമാണ് അമ്മയുടെ ആ ഹൃദയദാഹം. ഇതിനായിട്ടാണ് യേശുവിൻ്റെ ജീവിതകാലം മുഴുവനും അമ്മ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നത്. നിരന്തരം അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നതിൻ്റെയും ഇന്നിപ്പോൾ ഈ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് അമ്മയോടൊപ്പമുള്ള നമ്മുടെ തീർത്ഥയാത്രയുടെയും ലക്ഷ്യവും ഇത് തന്നെയാണ്. അമ്മയെ അനുകരിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഞാനും നിങ്ങളും ലോകത്തിലെ എല്ലാ മനുഷ്യരും
ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരണം. ഇതാണ് പരിശുദ്ധ മാതാവിൻ്റെ ആ ഹൃദയദാഹം. ദൈവേഷ്ടം നിറവേറ്റുന്നവരാണ് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. ഇതാണല്ലോ എലിസബത്ത് പരിശുദ്ധ മാതാവിനോട് പറയുന്നത്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം എപ്രകാരം ഭാഗ്യവതിയായി? ഉത്തരം വിശുദ്ധ എലിസബത്തിൻ്റെ ഈ വചനങ്ങളിലുണ്ട്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ അമ്മയും എളിമയോടുകൂടി തൻ്റെ കീർത്തനത്തിൽ ഇത് അംഗീകരിക്കുന്നതായി നാം വായിക്കുന്നു. ദൈവം തൻ്റെ ദാസിയുടെ എളിമയെ തൃക്കൺ പാർത്ത് ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിച്ച് പ്രകീർത്തിക്കും. നമുക്കറിയാം, ഒരിക്കൽ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചപ്പോൾ യേശുവും പറഞ്ഞത് ഇതാണ്: എൻ്റെ അമ്മ ഭാഗ്യവതിയായത് അവൾ എൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, അതിനേക്കാളുപരി അവൾ ദൈവ ഇഷ്ടം നിറവേറ്റിയവളായതുകൊണ്ടാണ്. ഭാഗ്യവതിയായ നമ്മുടെ സ്വർഗീയ മാതാവ് അന്ന് യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചതുപോലെ ഇന്ന് നാം ഓരോരുത്തരെയും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാക്കി തീർക്കുവാനായി അതിനുള്ള മാർഗങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ചിന്തിക്കുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് തുടരെ തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ളൊരു സ്വർഗീയ മാതാവ് നമുക്കുള്ളത് എത്രമാത്രം അഭിമാനകരമാണ്. ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പരിശുദ്ധ മാതാവുമായിട്ടുള്ള സംഭാഷണം ഞാൻ ഓർമ്മിച്ചു പോകുന്നു. ഒരിക്കൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവൾ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു: അമ്മേ, എല്ലാവരും നിന്നെ ഭാഗ്യവതി എന്ന് വിളിച്ച് പ്രകീർത്തിക്കുന്നു. എന്നാൽ ഞാൻ ചിന്തിച്ച് നോക്കിയിട്ട് ഞാൻ നിന്നെക്കാളും ഭാഗ്യവതി എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അഹങ്കാരം മൂത്ത വാക്കുകളായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു അവ. അമ്മേ, ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് നിന്നെക്കാളും ഭാഗ്യവതി ഞാനാണെന്ന് തോന്നിപ്പോകുന്നു. കാരണം എനിക്കുള്ളതുപോലെ ഇത്ര നല്ലൊരമ്മ നിനക്കില്ലല്ലോ. നീ എൻ്റെ അമ്മയായതുകൊണ്ട്, നീ എൻ്റെ സംരക്ഷകയായതുകൊണ്ട്, നീ എൻ്റെ വഴികാട്ടിയായതുകൊണ്ട് ഞാൻ നിന്നെക്കാളും ഭാഗ്യവതിയായിട്ട് തീർന്നിരിക്കുന്നു എന്നാണ് കൊച്ചുത്രേസ്യ വിചാരിച്ചത്. നമുക്കും ഈ ഒരു അനുഭവത്തോടുകൂടി നമ്മുടെ അമ്മയെക്കുറിച്ചുള്ള മതിപ്പോടുകൂടി അഭിമാനത്തോടുകൂടി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാവുന്നതാണ്. പ്രിയ സഹോദരരെ, സഭയുടെ ഹൃദയത്തെക്കുറിച്ച്, അതാണല്ലോ നിങ്ങളുടെ ആപ്തവാക്യത്തിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ആത്മാവിൽ നിറവും സഭയുടെ ഹൃദയവും. സഭയുടെ ഹൃദയത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ചിന്തകൾ കൊച്ചുത്രേസ്യയുടെ സ്വയംകൃത ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാമാകുവാനായി സദാ ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുവാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ച ഒരു വിശുദ്ധയാണ് കൊച്ചുത്രേസ്യ. സഭയുടെ വിശുദ്ധീകരണത്തിനായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കുവാനും ലോകത്തിലെ അതിർത്തികളോളം എത്തുന്ന ആ സുവിശേഷ പ്രസംഗകയായി തീരുവാനും സാധിക്കുകയാണെങ്കിൽ ഒരു രക്തസാക്ഷിയായി മരിക്കുവാനുമൊക്കെ കൊച്ചുത്രേസ്യ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. അതേസമയം തന്നെ ലിസ്യുവിലെ മഠത്തിനപ്പുറമൊന്നും തനിക്ക് പോകാൻ സാധിക്കുകയില്ലെന്നും കൊച്ചുത്രേസ്യയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. മഠത്തിനുള്ളിൽ നിന്നുകൊണ്ട്
സാർവത്രിക സഭയിൽ നിറഞ്ഞു നിൽക്കാനുള്ള മാർഗം എന്താണെന്ന് അവൾ പിന്നീട് ചിന്തിക്കുകയുണ്ടായി. അപ്പോഴാണ് കൊറിന്ത്യക്കാർക്കുള്ള 1-ാം ലേഖനം 12-ാം അധ്യായത്തിലെ സഭാ ശരീരത്തെക്കുറിച്ചുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ വിവരണം കൊച്ചു ത്രേസ്യയിലെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ടെങ്കിലും എല്ലാ അവയവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവയവമുണ്ട്. ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട്, പക്ഷേ എല്ലാ അവയവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരവയവമുണ്ട്. അതാണ് ഹൃദയം. ശരീരത്തിന് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ രക്തം എല്ലാ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്ത് കൊടുക്കുന്നതും അവയവങ്ങളിലെ മാലിന്യങ്ങളെല്ലാം ആവഹിച്ചെടുത്ത് ശുദ്ധീകരിച്ച് നിരന്തരം ശുദ്ധരക്തം അവയവങ്ങളിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നതും ഹൃദയമാണ്. ഇങ്ങനെ ശരീരത്തിലെ അവയവങ്ങളിലൊന്നാണെങ്കിലും ജീവൻ്റെ സ്രോതസ്സായി ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുവാൻ ഹൃദയത്തിന് സാധിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമാണല്ലോ. ലിസിയുവിലെ മഠത്തിനുള്ളിലാണെങ്കിലും ഹൃദയത്തിൻ്റെ സ്ഥാനത്തിരുന്ന് സ്നേഹിച്ചാൽ സാർവത്രിക സഭയുടെ ശുശ്രൂഷകളിലെല്ലാം നിറഞ്ഞു നിൽക്കാനാവുമെന്ന് കൊച്ചു ത്രേസ്യ കണ്ടെത്തി. ഒരു മിണ്ടാമഠത്തിനുള്ളിൽ കഴിയുകയും 24-ാം വയസ്സിൽ ഇഹലോകവാസം വെടിയുകയും ചെയ്ത ഒരു സന്യാസ സഹോദരിക്ക് സാർവത്രിക സഭയെ ഇത്രയേറെ സ്വാധീനിക്കാൻ സാധിച്ചതിൻ്റെ രഹസ്യം ഇതാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാണല്ലോ കൊച്ചു ത്രേസ്യയും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ലോകം മുഴുവനും സഞ്ചരിച്ച് അനേകായിരങ്ങളെ സുവിശേഷ വെളിച്ചത്തിലേക്ക് നയിച്ചതുപോലെ സഭയുടെ ഹൃദയസ്ഥാനത്തിരുന്ന് സ്നേഹിച്ചുകൊണ്ട് സഭാ ശരീരം മുഴുവനും നിറഞ്ഞു നിൽക്കുവാനും ഫ്രാൻസിസ് സേവ്യറിനെ പോലെ അനേകം പേരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും മാനസാന്തരപ്പെടുത്തുവാനുമൊക്കെ കൊച്ചു ത്രേസ്യയ്ക്കും സാധിച്ചു. സഭാഹൃദയത്തിൽ ആന്തരികമായി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് സഭാശരീരത്തിൽ ആകമാനം, ആത്മനിറവിൻ്റെ ഉറവിടം. ഒന്നില്ലാതെ മറ്റൊന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ആത്മനിറവോടെ സഭാഹൃദയത്തിൽ എന്ന ഈ സംഗമത്തിൻ്റെ ആപ്തവാക്യം അർത്ഥവത്താകുന്നത്. യേശുവിൻ്റെ വചനങ്ങളും ഇത് തന്നെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അത്ര കണ്ട് അഭേദ്യമായി ഹൃദയത്തിലെ സ്നേഹവും ആത്മാവിൻ്റെ നിറവും ബന്ധപ്പെട്ട് നിൽക്കുന്നു. കരിസ്മാറ്റിക് സമ്മേളനങ്ങളിലെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുള്ള 2 ഘടകങ്ങളാണ് ആത്മാവിൻ്റെ നിറവും ഹൃദയത്തിൻ്റെ തുടിപ്പും. ആത്മാവിൻ്റെ നിറവും ഹൃദയത്തിൻ്റെ തുടിപ്പും. ആദ്യമൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നത് ഇതുപോലുള്ള സംഗമവേദിയിൽ പ്രകടമായി കാണുന്ന ആത്മാവിൻ്റെ നിറവാണ്. ദൈവവചനം ശ്രവിക്കുവാനും ആത്മാവിനാൽ അഭിഷിക്തരാകുവാനും ജീവിത നവീകരണം വരുത്തുവാനും അനേകായിരങ്ങൾ ഇപ്രകാരമുള്ള സമ്മേളനങ്ങൾ ഓടിക്കൂടുന്നത് വളരെയധികം വിസ്മയത്തോടു കൂടിയാണ്, അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ എപ്പോഴും നോക്കി നിന്നിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ രഹസ്യം എനിക്ക് പിടികിട്ടിയത്. സംഗമവേദിയിലെ നിറവിൻ്റെ പിന്നിൽ ഒരു ഹൃദയമുണ്ടെന്ന് തിരിച്ചറിവായിരുന്നു അത്. ഈ നിറവിൻ്റെ പിന്നിൽ യേശുവിനോടൊപ്പം ഹൃദയസ്ഥാനത്തിരുന്ന് പരിശുദ്ധ മറിയത്തെ അനുകരിച്ച് എല്ലാവർക്കും എല്ലാമാകുവാനായി സ്വയം സമർപ്പിക്കുന്ന
നിരവധി കൊച്ചുത്രേസ്യമാരുണ്ട്. ദീർഘമായ ഒരുക്കമുണ്ട്. അനേകം പേരുടെ പ്രാർത്ഥനയും പരിത്യാഗവുമുണ്ട്. സഭയുടെ ഹൃദയത്തിനുള്ളിൽ നിൽക്കുന്ന ഇവരുടെയൊക്കെ പ്രതീകമാണ് കരിസ്മാറ്റിക് സമ്മേളനം നടക്കുമ്പോൾ സംഗമവേദിയിൽ നിന്ന് അല്പം മാറി പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ നിറവിനായി തീഷ്ണതയോടെ യാചിക്കുന്ന ഒരു കൂട്ടം ചെറിയ പ്രേക്ഷിതർ. ഈ ചെറിയ അജഗണമാണ് 10,000 കൂടുന്ന സംഗമവേദിയിലെ ഹൃദയം. ഇവരാണ് ആത്മാവിൻ്റെ നിറവിനായി മറിയത്തോടൊപ്പം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുന്നവർ. ഈ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രിയ സഹോദരരെ, സുവർണ ജൂബിലി ആഘോഷിക്കുന്ന എൻ്റെ കരിസ്മാറ്റിക് സഹോദരങ്ങൾക്ക് എനിക്ക് നൽകാനുള്ളത് വിനീതമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ആത്മാർത്ഥമായ ഒരപേക്ഷയുമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഉദ്ദേശശുദ്ധി എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ അനുഭവത്തിൽ ഇതുപോലെ പ്രാർത്ഥനായോഗങ്ങളിൽ തിങ്ങിക്കൂടുന്ന എല്ലാവരും തന്നെ ദൈവത്തെ കാണാൻ വരുന്നവരാണ്. ഒരുപാട് വേറെ ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം, ആഗ്രഹങ്ങളുണ്ടായിരിക്കാം, താല്പര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് സർവോപരി ഇതുപോലുള്ള പ്രാർത്ഥനാ സമയങ്ങളിലേക്ക് ഓടിക്കൊണ്ടുന്ന എല്ലാവരും ദൈവത്തെ കാണാൻ വരുന്നവരാണ്. വചനത്തിൻ്റെ പ്രകാശത്തിൽ ദൈവത്തെ കാണാനും കാണിച്ചു കൊടുക്കാനും അനുഭവിക്കുവാനും അനുഭവവേദ്യമാക്കി കൊടുക്കുവാനും ഇത്തരം സമ്മേളനങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യണം. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലെ ഒരു സജീവ പ്രവർത്തകനല്ലെങ്കിലും ഈ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കും പങ്കുവയ്ക്കുവാനുമായി സാക്ഷ്യം വഹിക്കുവാനായി ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെയുണ്ട്. ഒരിക്കലും ഒരു കരിസ്മാറ്റിക് സമ്മേളനത്തിൽ ഞാൻ സംസാരിക്കുകയായിരുന്നു. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്ന ഭക്താഭ്യാസങ്ങളായിരുന്നു പ്രസംഗ വിഷയം. സാധാരണ യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തരായി യേശുവിൻ്റെ ശിഷ്യന്മാർ എപ്രകാരമായിരിക്കണം ഈ ഭക്താഭ്യാസങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്ന് ഞാൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. പ്രസംഗകൻ്റെ കഴിവിനേക്കാൾ കേൾക്കുന്നവരുടെ മനോഭാവമാണല്ലോ എപ്പോഴും പരിവർത്തനങ്ങൾ, മാനസാന്തരം സൃഷ്ടിക്കുന്നത്. കുറേ നാളുകൾ കഴിഞ്ഞ് എൻ്റെ പ്രസംഗം കേട്ട ഒരു യുവാവിൻ്റെ എഴുത്ത് കിട്ടി. ബാംഗ്ലൂരിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ അയാൾ ഹോട്ടൽ മാനേജ്മെൻറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലവണ്ണം പഠിക്കാനും ജയിക്കാനും എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു എഴുത്തായിരുന്നു അത്. കത്തിനോടൊപ്പം ഒരു 100 രൂപയുടെ നോട്ടുമുണ്ടായിരുന്നു. അതാവശ്യമുള്ള ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാൻ ആ യുവാവ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എങ്ങനെ ഈ 100 രൂപ സമാഹരിച്ചുവെന്ന് വിവരണവും ആ എഴുത്തിലുണ്ടായിരുന്നു. ആ കാര്യത്തിനായി പാവപ്പെട്ട അപ്പൻ അയച്ചു കൊടുക്കുന്ന തുകയിൽ നിന്ന് മിച്ചം പിടിച്ചും ഉപവസിച്ചും കൊണ്ടാണ് അയാൾ ഈ തുക സമാഹരിച്ചുവെന്നാണ് എഴുതിയിരുന്നത്. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദാനധർമ്മത്തിനും ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത നല്ലൊരു ക്രിസ്തീയ യുവാവിനെയാണ് എനിക്ക് ആ എഴുത്തിലുടനീളം കാണാൻ സാധിച്ചത്. ഭക്താഭ്യാസങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രസംഗം കുറേയൊക്കെ ഫലിച്ചതിൽ ഞാനും വളരെയേറെ സന്തോഷിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞ് ആ യുവാവ് എന്നെ കാണാൻ എൻ്റെ ഭവനത്തിൽ വന്നു. ഞാൻ വിചാരിച്ചതുപോലെ ഒരു ക്രിസ്തീയ യുവാവായിരുന്നില്ല അയാൾ. പരമ്പരാഗതമായ ഒരു ഹൈന്ദവ കുടുംബത്തിലെ അംഗമായിരുന്നു അയാൾ. എങ്കിലും ഞാനൊരു ദൈവമനുഷ്യനാണെന്നും ദൈവത്തെ എല്ലാ ദിവസവും നേരിട്ട് കാണുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണെന്നും അയാൾ വിശ്വസിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയൊന്നുമല്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ കുറേയേറെ പാടുപെടേണ്ടി വന്നു. അതേസമയം തന്നെ ഓരോ ദിവസവും ദൈവവുമായി ബന്ധപ്പെടുത്തുന്നുണ്ടെന്നും
ഈ ദൈവാനുഭവത്തിൽ വളരുവാൻ ഞാൻ പരിശ്രമിക്കുന്നുവെന്നും ഞാൻ അയാളോട് പറഞ്ഞു. പിന്നെ ഞാൻ ദൈവവുമായി ബന്ധപ്പെടുന്നത് പോലെ അയാൾക്കും ദൈവവുമായി ബന്ധപ്പെടാനും ദൈവത്തെ അനുഭവിച്ചറിയുവാനുള്ള മാർഗം എന്താണെന്നായി അയാളുടെ ചോദ്യം. പ്രാർത്ഥനയുടെ അരൂപിയിൽ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്നാൽ അവിടെ ദൈവത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുമെന്ന് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ ശ്രമിച്ചത് യേശുവിൻ്റെ തന്നെ ഈ വചനങ്ങളായിരുന്നു. ദൈവത്തെ എങ്ങനെ കാണാമെന്ന് യേശു തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. അതിനേക്കാളും ദൈവത്തെ കാണാനുള്ള മറ്റൊരു മാർഗമില്ല. യേശു പറഞ്ഞു മലയിലെ പ്രസംഗത്തിൽ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ആ യുവാവ് എന്നോട് ചോദിച്ചു, എനിക്കെങ്ങനെ ദൈവത്തെ കാണാൻ സാധിക്കും? ദൈവത്തെ കാണാനുള്ള ഉപാധി എന്താണ്, മാർഗം എന്താണ്, പറഞ്ഞു തരാമോ? ഞാൻ അയാളോട് പറഞ്ഞു, യേശുവിൻ്റെ വചനം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഇതേക്കുറിച്ച് ഞങ്ങൾ കുറേ അധികം നേരം സംസാരിച്ചു. ആ ഹൈന്ദവ യുവാവിൽ നിറഞ്ഞു നിന്ന് ദൈവത്തെ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനുള്ള ആഗ്രഹമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അല്ലറ ചില്ലറ അനുഗ്രഹങ്ങളെക്കാളും ഈ അനുഭവത്തിനായിട്ടാണ് ധാരാളം പേര് ഇത്തരം കരിസ്മാറ്റിക് കൂട്ടായ്മകളിലേക്ക് ഓടിയെത്തുന്നത്. സർവപ്രധാനമായും ഈ ഹൃദയദാഹം, അവർ ഏത് മതക്കാരാകട്ടെ ഏത് വിഭാഗക്കാരാകട്ടെ, ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോടൊരു ആകർഷണം തോന്നി ഇതിൻ്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ ഓടി അടുക്കുന്നവരുടെ ഹൃദയദാഹം ദൈവത്തെ കാണുകയാണ്. ഈ ഹൃദയദാഹം ശമിപ്പിക്കുവാനായിട്ട് ഇപ്രകാരം കരിസ്മാറ്റിക്കൽ കൂട്ടായ്മകൾക്ക് സാധിക്കണം. അതാണ് സർവപ്രധാനമായിട്ട് എപ്പോഴും നമ്മൾ ഉന്നം വയ്ക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം മറ്റാരെക്കാളും ഹൃദയശുദ്ധി നിറഞ്ഞവളായിരുന്നു. മുഖ്യദൂതൻ തന്നെ പറഞ്ഞതുപോലെ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ദൈവകൃപ നിറഞ്ഞു നിന്നത് അവളുടെ ഹൃദയശുദ്ധി അത് പരിപൂർണമായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മറ്റാരെക്കാളും കൂടുതൽ അമ്മ ഭാഗ്യവതിയായി തീർന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, മറ്റാരെക്കാളും കൂടുതലും അമ്മ ഭാഗ്യവതിയായി തീർന്നു. പരിശുദ്ധ മാതാവിനെ അനുകരിച്ച് ഹൃദയശുദ്ധിയുള്ളവരായി തീരുവാനും ദൈവത്തെ കാണുവാനും അങ്ങനെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളായി തീരുവാനും ഫാത്തിമ സന്ദേശയാത്രയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും, ഇതുമായി സഹകരിക്കുന്ന നിങ്ങളെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.